സൗമ്യമായ ഓടക്കുഴൽ സംഗീതവും ക്ഷേത്രമണികളുടെ നാദവും. യോഗാഭ്യസനത്തിന്റെ ശബ്ദം. പഴയകാലത്തെ കുന്നിൻചെരിവിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു വിധവയും അവരുടെ ഏകമകനും താമസിച്ചിരുന്നു. ചെറുപ്പം മുതൽക്കേ ലൗകികമായ മായകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു വിശുദ്ധനായിത്തീരണമെന്നായിരുന്നു അവന് ആഗ്രഹം. പുലർച്ചെയുള്ള യോഗയും ധ്യാനവും പ്രാർത്ഥനയുമായി അവൻ തന്റെ ജീവിതം ചിട്ടപ്പെടുത്തി. ഓം ദിവ്യപ്രകാശമേ, ആഗ്രഹങ്ങൾക്ക് അതീതമായ പരിശുദ്ധിയിലേക്ക് എന്നെ നയിക്കണമേ. എന്റെ മകനെ, നിന്റെ പാത സൂര്യോദയത്തിലെ ഗംഗ പോലെ പ്രകാശിക്കുന്നു. നിന്റെ ആത്മാവിനു മുന്നിൽ ഈ ലോകം മങ്ങിപ്പോകുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞുനിന്നു. അവന്റെ ഹൃദയം വിശ്വാസത്തിന്റെ ഒരു കോട്ടയായിരുന്നു. ഈശ്വരന്റെ പാദപദ്മത്തിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കാൻ മറ്റൊരു ദിവസം കൂടി. എന്നാൽ ആ സുപ്രഭാതത്തിൽ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ മുമ്പിലായി ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം അവനെ വല്ലാതെ ആകർഷിച്ചു. പെട്ടെന്നുണ്ടായ പ്രണയവും മോഹവും അവന്റെ മനസ്സിനെ ഇളക്കിമറിച്ചു. ആരാണ് അവൾ? എന്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത് എന്തുകൊണ്ട്? വേണ്ട, ഇത് സംഭവിക്കാൻ പാടില്ല. മകനെ, നീ ഒന്നും കഴിച്ചില്ലല്ലോ. നിന്റെ പുസ്തകങ്ങളെല്ലാം പൊടിപിടിച്ചു കിടക്കുന്നു. എന്താണ് നിന്റെ മനസ്സിലെ വിഷമം? ക്ഷേത്രത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. അവളെ കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അത് എന്റെ വിധിയാണ്. അവളാരെന്ന് എനിക്ക് പറഞ്ഞുതരൂ മകനെ. ആരാണീ പെൺകുട്ടി? അവളുടെ പേര് മീര എന്നാണ്. അവൾ അടുത്താണ് താമസം. ദയവായി സമ്മതിക്കണം. എനിക്ക് സമാധാനം വേണം. ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു. അവളുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് കേൾക്കുന്നു. നിന്റെ വിശുദ്ധമായ പാതയെക്കുറിച്ച് ചിന്തിക്കൂ. വേണ്ട, സ്നേഹം എല്ലാത്തിനെയും കീഴടക്കും. ഞാൻ പറയുന്നത് അനുസരിക്കൂ. ആ ഹൃദയം തകർന്നെങ്കിലും മകനോടുള്ള സ്നേഹം കാരണം അവൾ വഴങ്ങി. ആ വിവാഹം ഒരു താമരപ്പൂവ് പോലെ പെട്ടെന്ന് വിരിഞ്ഞു വാടി. ഈ ദിവസങ്ങൾ എനിക്ക് സന്തോഷം നൽകുന്നു. പക്ഷേ അമ്മയുടെ നോട്ടം എന്നെ അസ്വസ്ഥയാക്കുന്നു. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്നു. അമ്മയാണ് എന്റെ ലോകം. അവരെ ബഹുമാനിക്കൂ. അമ്മയെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണം. നമ്മുടെ സമാധാനത്തിന് അതാണ് നല്ലത്. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം അതാണെങ്കിൽ ഞാൻ പോകാം. ദൈവം നിങ്ങളെ രണ്ടുപേരെയും കാക്കട്ടെ. ഒരു പുലർച്ചെ ആ അമ്മ ഇറങ്ങിപ്പോയി. സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. എപ്പോഴും ഒരേ ആളോടൊപ്പം ജീവിക്കാൻ കഴിയുമോ? എനിക്ക് മാറ്റം വേണം. എനിക്ക് സുഹൃത്തുക്കളെ കാണണം. ഇത് നമ്മുടെ വാഗ്ദാനത്തോടുള്ള വഞ്ചനയാണ്. ധർമ്മത്തിലേക്ക് മടങ്ങൂ. നീ ഒരു വിഡ്ഢിയാണ്. ഞാൻ ഇവിടെ അടച്ചുപൂട്ടി കിടക്കാൻ തയ്യാറല്ല. വഴക്കുകൾ അടിപിടിയിലേക്ക് നീങ്ങി. പല പുരുഷന്മാരുമായും സൗഹൃദം സ്ഥാപിച്ചു. ഒടുവിൽ അവനെ ഉപേക്ഷിച്ച് വീടുവിട്ടിറങ്ങി. ഓം എല്ലാ മായകളും അവസാനിക്കട്ടെ. ദിവ്യപ്രകാശമേ, എന്നെ വീണ്ടും സ്വീകരിക്കണമേ. അവൻ വീണ്ടും തന്റെ യോഗയിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങി. അവന്റെ പ്രഭയിൽ ആകൃഷ്ടരായി പലരും ശിഷ്യന്മാരായി വന്നു. വർഷങ്ങൾ കടന്നുപോയി. അവൻ ഇപ്പോൾ 60കളിൽ എത്തിയ ഒരു ഗുരുവാകുന്നു. ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൂ. യഥാർത്ഥ വിശുദ്ധി സമർപ്പണത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ഗുരുവേ, ഒരു വയസ്സായ സ്ത്രീ ഉപദേശം തേടി വന്നിട്ടുണ്ട്. നിന്റെ മുഖം. മീര: അതെ. വർഷങ്ങളായുള്ള അലച്ചിലിനൊടുവിൽ സുഹൃത്തുക്കളെല്ലാം ഉപേക്ഷിച്ചു. എല്ലാ മായകളും തകർന്നു. ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. നിങ്ങളുടെ സേവനത്തിൽ പങ്കാളിയാകാൻ എന്നെ അനുവദിക്കൂ. കാലം മാറിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് സേവനം ചെയ്യാം. എന്റെ മകനെ, കർമ്മങ്ങൾ എല്ലാം ഒരു നിയോഗമാണ്. അങ്ങനെ രൂപാന്തരം പൂർത്തിയായി. ഭ്രമത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള യാത്ര. നമ്മെ ബന്ധിപ്പിക്കുന്നതെന്തോ അത് നമ്മെ തന്നെ മാറ്റുന്നു.